ശരിക്കും നിങ്ങൾക്കറിയാവോ, 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. അതിവിടെ നിന്നൊരു നാരങ്ങ വെള്ളം കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും നാരങ്ങ വെള്ളം കുടിച്ചു, എനിക്ക് ടേസ്റ്റ് ചെയ്തു, നല്ലതാണ്. അപ്പോൾ ചേട്ടനോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് പദ്ധതി ഗുണഭോക്താക്കളെ തേടി പോവാം. വീടെന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിൽ എന്താണ്, ആ സ്വപ്നം എങ്ങനെയൊക്കെയാണ് താലോലിച്ച് കൊണ്ട് നടക്കുന്നത് നമുക്കറിയാമല്ലോ. ഓരോരുത്തരും അവരവരുടെ വീടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ വീടില്ലാത്തവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ അതില്ലാത്തവർക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. വീട് വെച്ചവർക്കും അറിയാം അതിലേക്ക് എത്തിയത്, ആ സ്വപ്നത്തിലേക്ക് എത്തിയ വഴി എന്ന് പറയുന്നത്. ഇവിടെ രാവിലെ ഒരു ചേച്ചി പണിക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി മക്കളും കൂടെ 2 പെൺകുട്ടികളും കൂടെ ഉള്ളതാണ്. അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ അവർ പരിപോഷിപ്പിച്ച് ഇതിപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ അവർക്കൊരു വീട് കിട്ടുമ്പോൾ അവരെങ്ങനെയാണത് പൊന്നുപോലെ പണികൾ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. രാവിലെ പോകുന്നതിന് മുമ്പ് ചേച്ചി രാവിലെ 6:45 പണിക്ക് പോകേണ്ടതാണ്. അപ്പോൾ പണിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ചേച്ചി മക്കളും കൂടെ പണികളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോഴാണ് ഞങ്ങളും വന്നു ചേർന്നത്. ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലേക്കാണ് നമ്മൾ പോണേ. ഈ വീടിൻ്റെ പണി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ പണിയോടൊപ്പം നമ്മൾ ചേരുന്നൊരവസ്ഥയുണ്ട്. ശരിക്കും നിങ്ങൾ ഈ പണിയുടെ കൂടെ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. എത്രത്തോളം ആഗ്രഹം ഉണ്ട് ആ പണിയുടെ കൂടെ നിൽക്കാൻ? ശരിക്കും പറഞ്ഞ പപ്പയാണ് ഈ വീട് വച്ച് കാണാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഇത് ഇങ്ങനെ ആകുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ അച്ഛൻ പപ്പ ഇല്ല. ഓ, ഇതൊക്കെ പണിയാ ഇനി ബാക്കിയുള്ളത്? ഇനി വീടിന്റെ മുകളിൽ പൂശണം, ബാക്കി ഫ്രണ്ട് മാത്രമേ പൂശിട്ടുള്ളൂ. ഇനി സൈഡ് 3 വർഷം പൂശണം. പിന്നെ ബാത്റൂമിന് കുഴി എടുക്കണം, പിന്നെ ജനൽ വാതില്, അങ്ങനെയൊക്കെയാണ് പണികളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഗംഗ എന്നാണല്ലേ പേര്? എന്താ തോന്നണേ? ഇപ്പൊ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ഇറങ്ങി മക്കളെയും കൊണ്ട് ഇവിടെ താമസം തുടങ്ങാൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കാനും പറ്റൂല. ആ 2 കട്ടിലുള്ളത് കൊണ്ട് അങ്ങനെ പിടിച്ച് നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ പ്രായപൂർത്തിയായ 2 മക്കളിൽ മക്കളുണ്ട്. അവരവിടെ കിടത്തനെ കാട്ടി ഇവിടെ കൊണ്ട് കിടത്തിയ ഒരു വിശ്വാസവും ഉണ്ട്. നനയാതെ അവർ കിടക്കും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇവിടെ തന്നെയായിരുന്നോ? പഴയ വീട് ഇവിടെ തന്നെയായിരുന്നോ? പഴയ വീട് ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ മാറി. വീടായി. സന്തോഷമുണ്ട്. ഇനി എന്തൊക്കെയാണ് നമ്മൾ സ്വപ്നം കണ്ടേക്കുന്നത്? ഇപ്പൊ സ്ട്രക്ചറായി, കേറിക്കിടക്കാറായി. കൂടുതൽ സ്വപ്നങ്ങളൊന്നുമില്ല. 2 മക്കളെ എനിക്ക് പൊന്നുപോലെ 3 മക്കളെയും നോക്കണം. അവര് സന്തോഷമായിട്ട് കയറി കിടക്കണേ ഉള്ളൂ. ഓ, അടച്ചുറപ്പുള്ള ഒരു വീട് അതാണ് മനസ്സിലായി. അത് പൂർത്തിയായി, അടിപൊളിയാണ്. പിന്നെ ബാക്കി പണി കൂടെ ഉണ്ട്. ഇനി അതും കൂടെ പൂർത്തിയായി എന്റെ മക്കളെയും കൊണ്ട് എനിക്ക് സന്തോഷമായിട്ട് കൂടെ കിടക്കാം. ഭൂഭവനരഹിതരുടെ പുനരധിവാസത്തിനായി 4 ഭവന സമുച്ചയങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 22 എണ്ണത്തിൻ്റെ പണി നടക്കുകയാണ്. എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുള്ളതുകൊണ്ടാണ് ഈ ബൃഹത് പദ്ധതി ഇത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയിൽ താമസിക്കുന്ന
അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടനൊരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോണത്. ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു? ഇവിടെ എൻ്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെ നടക്കുകയാണ്, ഇറങ്ങി ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി ഏതുവരെ എത്തി? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശി കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി. അതൊരു സന്തോഷം തന്നെ. രണ്ടുപേരേ ഉള്ളൂ മക്കളൊക്കെ? ഇല്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഇവിടെ അങ്ങ് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ കഴിയുകയാണ്. ഇപ്പം ടാർപ്പാള ഒരാള് 5000 രൂപ തന്നുകൊണ്ട് അത് വാങ്ങിച്ച് ഒക്കെ കെട്ടി. നമുക്ക് വരുമാനമൊന്നുമില്ല, ആരും തരാനും ഇല്ല. ദൈവമായിട്ട് എനിക്ക് കിട്ടി. അത് സന്തോഷമായിട്ട് അതിൽ ചെന്ന് കിടക്കാൻ പോകണം. നമുക്കൊരു ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാൻ. ഈ മുരുകൻ ചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും. ഈ മണൽ കിടക്കുന്നതുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. മുരുകൻ ചേട്ടൻ അവിടെ ഇരുന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടൻ്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടൻ്റെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാം. അതാണ് ശരിക്കുള്ള ലൈഫ്. ഇത് കിട്ടിയപ്പോൾ എത്രത്തോളം ആശ്വാസവും സന്തോഷവും? എനിക്ക് ഇത് ഒരു മനസ്സമാനമുണ്ട് ഇപ്പം. മറ്റേത് കാറ്റടിച്ച് പറക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. കാറ്റടിച്ച് പറന്നുകൊണ്ടിരിക്കും. അത് ഇതിനിപ്പോൾ കാറ്റടിക്കൊന്നും പേടിക്കണ്ടല്ലോ, സുഖമായിട്ട് ഇരിക്കുക. നമ്മുടെ സർക്കാർ ഇത്രയും തന്ന് സഹായിച്ചില്ലേ, അതിലെ വലിയ പുണ്യം. മരിക്കുന്നവരെ കിടക്കാം. ഇത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ അവകാശമാണ്. ഇപ്പൊ ലാസ്റ്റ് ഘട്ട പണികളാണ് ഇപ്പോൾ പണി ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരു 2 ദിവസം പണി കൂടെ ഉള്ളൂ. പണി കംപ്ലീറ്റും പൂർത്തിയായി. ഇനി ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി കയറണം. ഈ എന്നത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 15-ാം തീയതി വാക്കിന് കയറണം. അടിപൊളി. അത് ഉണ്ടോ, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പൊ പണി ആളുകളൊക്കെ വിളിക്കാം, ചുമ്മാ കയറൂല. 5-6 ആളുകളൊക്കെ വിളിക്കാം. പിന്നെ അപ്പൊ എന്നെയൊക്കെ വിളിക്കുവോ? പിന്നെ അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കകത്ത് വെച്ചിട്ടുണ്ട്. കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതാണ് കാൽക്കുലേഷൻ. നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി എപ്പോൾ തീരുമെന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുന്നില്ലേ, അതിവിടെ ഉണ്ട്. എപ്പോൾ തീരുമെന്ന് പറഞ്ഞ് നിൽക്കുക, പക്ഷേ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്.
ലൈഫ് പദ്ധതിയിലൂടെ 5,98,102 വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇതേപോലുള്ള ഒരുപാട് കുടുംബങ്ങൾക്കാണ് ലൈഫിലൂടെ ഒരു വീട് സ്വന്തമാവുന്നത്. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഓരോ ഗുണഭോക്താക്കളെയും മനസ്സിലാക്കുമ്പോഴും അവരുടെ അടുത്ത് പോയി അവരുടെ ജീവിതാവസ്ഥകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അർഹതപ്പെട്ടവർക്കാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ അറിയാം, പഴയൊരു വീടിൻ്റെ ബാക്കി കുറച്ച് പോർഷൻ അവരങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്ക് മാറിയതിൻ്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാക്കാൻ നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അമ്മ, ഇതെന്താ ഇങ്ങനെ തന്നെ ഇപ്പോൾ വെച്ചേക്കുന്നത്? ബാക്കി വെച്ച വല്ലതൊക്കെ വറക്കിയിടാന്ന് പറഞ്ഞു വെച്ച് പിന്നെ കാലം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പഴയ വീടിൻ്റെ ഒരു ഓർമ്മയും കൂടെ കിട്ടുമല്ലോ. ഇപ്പോൾ ഇവിടെ കയറി താമസിച്ചിട്ട് ഒരു വർഷമാവും. ഇപ്പോ എന്താ വരുമാനമൊക്കെ എന്താണ്? എനിക്ക് കിട്ടണ പെൻഷൻ തന്നെ ഉള്ളൂ. ഇപ്പൊ അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടി അല്ലേ? മറ്റേത് ഓടായിരുന്നോ? ആദ്യം ഓടായിരുന്നു, പിന്നെ സീറ്റായി, അങ്ങനെയൊക്കെ സീറ്റായി. പിന്നെ ഇപ്പോഴും തന്നെ വെള്ളത്തിന് ഒരു വിധി തന്നു. ഷീറ്റ് ഇട്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ അവസ്ഥയുണ്ട്. അത് നമ്മൾ ഷീറ്റിട്ട വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശബ്ദവും ഈ പറയുന്ന ചോർച്ചയൊന്നും ഇല്ലാത്ത വീട്ടിലേക്ക് മാറുമ്പോൾ കിട്ടുന്നൊരു കമ്പാരിസൺ ഉണ്ട്. അതിന് ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ വെച്ചിരിക്കുമ്പോൾ നമ്മളിത് കമ്പയർ ചെയ്യും പോലെയാണ് ഈ വീട് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ വരിക. ഈ നാസറൊക്കെ വീടിൻ്റെ വിശേഷം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുള്ളത് പറഞ്ഞുതരാം. ഞാൻ പണ്ടൊക്കെ ചുവരെഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ ബാനറൊക്കെ എഴുതിയിട്ട് ചുവരെഴുത്തിലേക്കൊക്കെ പോയി. അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ വരുമാനം. പക്ഷേ നാസറിക്കയുടെ പ്രധാനപ്പെട്ട വരുമാനം ചുവരെഴുത്തായിരുന്നു. ഇപ്പോൾ ബ്രഷ് എടുക്കുമോ? ബ്രഷ് എടുക്കാൻ പറ്റും, കൈ വറക്കില്ല, കൈ തളർന്നു. അത് സ്ട്രോക്ക് വന്നത്. നാസറിക്കയ്ക്ക് ആ തൊഴിൽ നഷ്ടപ്പെട്ടു സത്യത്തിൽ. ഇപ്പൊ ശരിക്കും എന്താണ്, എങ്ങനെയാണ്? ഒരു പണിയില്ല. ഉമ്മയുടെ പെൻഷനിലാണ് ജീവിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ എത്രത്തോളം സന്തോഷം? സന്തോഷമുണ്ട്, മനസ്സിലായി. കയറി കിടക്കാൻ ഇപ്പോൾ ഒരു ഉറപ്പുള്ള വീടുണ്ട്. രാത്രി ആയാലും ഏത് സമയത്തും. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വിനീതയുടെ വീട്ടിലാണ്. വിനീത ശരിക്കും മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേടുന്ന ഒരാളാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ആവശ്യമായിരുന്നു ആ കുട്ടിക്ക് ഈ വീടെന്നുള്ളതാണ്. വിനീത, ഭക്ഷണമൊക്കെ കഴിച്ചാ? എന്തുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പഴയ വീട് എന്തായിരുന്നു? പച്ചക്കല്ലെന്ന് പറഞ്ഞാൽ മേൽക്കൂര എന്തായിരുന്നു? ഷീറ്റായിരുന്നു അല്ലേ? ആദ്യമേ ഷീറ്റ് ഇട്ടാതെ ഓടായിരുന്നു. ആദ്യമേ ഷീറ്റ് ഇട്ടിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത്. നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് അങ്ങോട്ട് ചെന്ന് പോകാൻ നോക്കില്ല. അത്ര ഇതായിരുന്നു പഴയ വീട്. അങ്ങനെയായിരുന്നു. ഇപ്പൊ കാറ് വരുമല്ലോ. ഇപ്പോഴ് നമ്മൾ ഇത് കഴിഞ്ഞ അധികാരം വന്നതിന് ശേഷം ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും വികസനമൊക്കെ ഇവിടെ ഉണ്ടായത്. അല്ല, ഈ വഴി വന്നത് അടുത്ത കാലത്താണ്. ഇത് എത്ര റൂമൊക്കെ അതിനകത്ത്? 2 റൂം, ഹാള്, കിച്ചൺ ഒക്കെ ഉണ്ട്. ഇപ്പോൾ സമാധാനമായിട്ട് കെട്ടുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നുണ്ടല്ലേ? വിനിതയുടെ വീട് ഞാൻ കണ്ടു. വിനിതയുടെ ഒരു ആ സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്.
ലൈഫ് പദ്ധതിയിൽപ്പെട്ട ഒരുപാട് വീടുകൾ നേരിട്ട് കാണേണ്ടതുണ്ട്. ഇപ്പോൾ ചില വീടുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പദ്ധതിയുടെ തുക, ഇവരിപ്പോൾ 4 ലക്ഷം രൂപ അനുവദിക്കുന്ന തുക 8 ലക്ഷം പൊലിപ്പ് തോന്നുന്ന രീതിയിൽ അത് വിനിയോഗിച്ചിട്ടുണ്ട്. തോന്നുന്ന രീതിയിലല്ല കേട്ടോ, അതങ്ങനെ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. ചേച്ചി, ഇപ്പോൾ ഞാൻ പറഞ്ഞു വരായിരുന്നു, ഇത് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് പദ്ധതിയുടെ വീടാണെന്ന് തോന്നുന്നില്ല, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സാധിച്ചേ? നമുക്ക് നമ്മൾ തീരെ 35 വർഷം വരെ വീട് വഴക്കം ചെന്ന് ഒട്ടും നിവൃത്തിയില്ലായിരുന്ന അവസ്ഥയിലാണ്. ഒരു മോന് സുഖമല്ല, മരുമോന് ഇതുപോലെ മാനസിക പ്രശ്നം. ആ സമയത്താണ് എനിക്കൊരു വീട് കിട്ടാൻ ദൈവം സഹായിച്ചത്. അപ്പോൾ നമ്മളെ മാനസികാവസ്ഥ കണ്ടറിഞ്ഞ് അവൻ്റെ പകുതി സപ്പോർട്ടോടെയാണ് ഈ വീട് വെച്ചത്. ഈ പദ്ധതിയിൽ കാശ് തന്നെങ്കിലും ആ കോൺട്രാക്റ്റും കൂടെ സഹായിച്ചതുകൊണ്ടാണ്. അതെ 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 അതെ, അങ്ങനെ തന്നെ. ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഇപ്പോൾ സർക്കാർ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് പലർക്കും ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അങ്ങനെ പലയിടത്തും പലതരത്തിലുള്ള സഹായങ്ങളും ഈ പദ്ധതി കിട്ടുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണേണ്ടത്. കാരണം അത്രയും ജനങ്ങളിലേക്ക് എത്തി ഇങ്ങനെ ഒരു സഹായം കിട്ടുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ സന്തോഷമാണ്. സന്തോഷമാണ്, തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അതെ, ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴും അമ്മ സന്തോഷമാണെന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷം. എനിക്ക് ഒരു റൂം പോലും വയ്ക്കാൻ ആഗ്രഹിച്ചു പറ്റൂല എന്ന് വിചാരിച്ചാണ്. ലൈഫിൽ ഇതുവരെ 18,573 കോടി രൂപയാണ് സർക്കാർ ചിലവാക്കിയിരിക്കുന്നത്. അതിന് ഗുണഭോക്താക്കളെ കാണുമ്പോൾ നമുക്ക് ഒരു ഹർഷം തോന്നും. കാരണം യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ പദ്ധതി തുക വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന വീട് ശരിക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അംഗങ്ങളുള്ള ഒരു കുടുംബത്തിനാണ് കിട്ടിയിരിക്കുന്നത്. വീട് എന്തുകൊണ്ടാണ് കിട്ടിയത്? ശരിക്കും കിട്ടിയത് പിന്നെ എനിക്ക് 2 പെൺകുട്ടികൾ, പിന്നെ എൻ്റെ അമ്മയ്ക്ക് മാനസികമായിട്ട് വയ്യ, ഗുളിക കഴിച്ചാണ് ഉണങ്ങണത്. അപ്പം അമ്മേരെ ഇത് വെച്ചാണ് മുൻഗണനയിലാണ് കിട്ടിയത്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആള് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അപ്പം അമ്മേരെ ഇത് വെച്ചാണ് മുൻഗണന ലിസ്റ്റിൽ വന്നത്. ഞാൻ തൊഴിലുറപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണിയൊക്കെ തീർന്നോ? പണി ഏകദേശം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കറണ്ട് കിട്ടണം. ഇപ്പൊ വീട്ടിന് പിന്നെ അപേക്ഷ കൊടുത്തതേ ഉള്ളൂ. നമ്പർ കിട്ടി, ഇന്ന് കിട്ടി. ഇനി കറണ്ടിന് അപേക്ഷിക്കണം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമോ? പിന്നെ ഇത് നമ്മളെ വീഡിയോ ഇങ്ങനെ ആയല്ലോ ഒന്ന് ഇത്രയാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഇതാണ്. ഇനിയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാം. നമ്മൾ കയറി ഇനിയിപ്പോ കുറച്ചുകൂടെ നമ്മൾ പ്രതീക്ഷിച്ചല്ല. അതെ അതെ, ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അതിനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാനും കരുതുന്നത്. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ. ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കാണാൻ വേണ്ടി രാവിലെ യാത്ര തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പിക്ചറല്ല ഇപ്പോൾ ഉള്ളത്. ഒരു പദ്ധതി എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നത്. പക്ഷേ അത് പദ്ധതിക്ക് അപ്പുറത്തേക്ക് അതിനകത്തൊരു ലൈഫ് ഇല്ലെങ്കിൽ കുറേ ജീവിതങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പദ്ധതികളൊന്നും വെറും പദ്ധതികളല്ല, അത് മനുഷ്യനെ എങ്ങനെയാണ് പരിവർത്തനപ്പെടുത്തുന്നത്, അവരുടെ സന്തോഷത്തെ എങ്ങനെയാണ് ഉയർത്തുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ അനുഭവം ഉള്ളിൽ നിറയുമ്പോഴാണ് അതിൻ്റെ കനം നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരം പദ്ധതികൾ ഇനിയും ഒരുപാടുണ്ടാവണം. നമ്മുടെ സൊസൈറ്റിയിൽ ഇനിയും ഒരുപാട് സന്തോഷം ഇതേപോലെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെല്ലാ ആശംസകളും സർക്കാരിന് നേർന്നുകൊണ്ട് ഞാൻ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.